അത്തപ്പുലരിയായി. ഭഗവാന്റെ സന്നിധിയിൽ നിന്നു തന്നെയാകട്ടെ ഇന്നത്തെ തുടക്കം. രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് നേരെ അടുക്കളയിലേക്ക്. ഇതിലിപ്പോൾ പുതുമയൊന്നും തന്നെയില്ല. സ്ത്രീകൾക്ക് ഇതെല്ലാം ദിനചര്യയാണ്. അരിയും ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും എല്ലാം ഊഴം കാത്തു നിൽക്കുന്നു. ആദ്യം ഉപ്പേരിക്കുള്ള പയറ് തന്നെ അടുപ്പത്ത് വെച്ചു. ഇനി ഇതാ അടുത്ത ഊഴത്തിനായി കറിക്കുള്ളത് കുക്കറിലാക്കി വെക്കുന്നു. എല്ലാം വളരെ വേഗത്തിൽ തന്നെ ചെയ്യണം. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ അന്നത്തെ ദിവസം തന്നെ കുഴപ്പത്തിലായി. ഇതാ ഉപ്പേരിയുടെ അവസരം കഴിഞ്ഞു. ഇനി ചിരവക്കായാകട്ടെ. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള പൊടിയെല്ലാം അളന്നെടുത്തു. ഇതിനോടൊപ്പം അടുപ്പ് കിടാതെ നോക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം. പയർ അധികം നേരം കുക്കറിൽ തന്നെ വെച്ചിരുന്നാൽ വേവ് കൂടിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് തുറന്നു വെച്ചു. പുട്ടുപൊടി ഇളക്കുന്നതിനായി ഞാൻ എപ്പോഴും വിസ്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം പുട്ടുപൊടിയിൽ ഞങ്ങൾ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം വിസ്ക് യൂസ് ചെയ്തുകൊണ്ട് നന്നായി ഇളക്കി അതിൻ്റെ ചൂട് ഏകദേശമൊക്കെ മാറി കഴിയുമ്പോഴാണ് കൈ ഉപയോഗിച്ച് പുട്ടുലർത്തുന്നത്. ഇനി പുട്ടുപൊടി ഒന്ന് തണുക്കുന്ന സമയത്തിനുള്ളിൽ അരി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അരി കൃത്യമായി അളന്നെടുത്ത് നല്ല വെള്ളം കൊണ്ട് അത് 2-3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തു. അതിന് ശേഷമാണ് അടുപ്പത്ത് ഇടുന്നത്. ഇനി ഈ അരി എടുത്ത പാത്രത്തിൽ മുഴുവനായി വെള്ളം നിറച്ച് ഈ ചെമ്പിന് മുകളിൽ ഞങ്ങൾ വയ്ക്കും. ഇത് കുട്ടികൾക്ക് രാവിലെ കുളിക്കാനായി ഈ വെള്ളം ഉപയോഗിക്കാം. ഇനി അരി അടുപ്പത്തിട്ട് അടുത്ത ടേൺ പുട്ടിൻ്റേതാണ്. പുട്ടുകുടം അടുപ്പത്ത് വെച്ച് ഇനി കൈ കൊണ്ട് നന്നായി പുട്ട് ഉലർത്തിയെടുക്കും. പിന്നീട് തേങ്ങയും പുട്ടുപൊടിയും എല്ലാം കുറ്റിയിലേക്കിട്ട് പുട്ട് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തത് കറിയിലേക്കുള്ള തേങ്ങ റെഡിയാക്കുന്ന തിരക്കായിട്ടോ. തേങ്ങയും നല്ല ജീരകവും വേപ്പിലയും കുറച്ച് ഉള്ളിയും ഒക്കെ ചേർത്ത് മിക്സിയിലിട്ട് തന്നെ തേങ്ങ നന്നായി അരച്ചെടുത്തു. അതിനുശേഷം കറിയിലേക്ക് ഇത് ചേർത്തു. കറി നല്ല രുചികരമായി തോന്നി. ഇനി അടുത്തത് കറി താളിക്കലാണ് പരിപാടി. അതിനായി കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും എല്ലാം ഇട്ട് ചൂടാക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ കറി റെഡിയായി. ഇനി പുട്ടും ഓരോ കുറ്റിയായി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് ഉപ്പേരിയാണ് ഉണ്ടാക്കേണ്ടത്. ഉപ്പേരിക്കായി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് നന്നായി മൂപ്പിച്ചെടുത്തുകൊണ്ട് ഉപ്പേരിയും റെഡിയാക്കി. അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ പാചകം തീർത്തു ഞാൻ. ഇന്ന് പക്ഷേ പാചകം മാത്രമല്ലല്ലോ, പൂക്കളവും ഇടണം. ഈ തിരക്കിനിടയിൽ അതും കൂടി തീർത്തു. പിന്നീട് വീട് വൃത്തിയാക്കി, അതായത് അടിച്ചുവാരി തുടച്ചും എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി ജോലിക്ക് പോകാം. ഒരു വീടും വർക്കും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊരു വിഷമമുണ്ടായാലും എത്ര സ്ട്രെസ്ഡ് ആയിരുന്നാലും ഞാൻ ആ നിമിഷം കൃഷ്ണനെ ആലോചിച്ചാൽ, കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് സത്യമാണ്. ജയ് ശ്രീ രാധേ രാധേ.